പ്രിയമുള്ളവരെ, ഇരുവൃക്കകളും തകരാറിലായ കാളിയാർ സ്വദേശി ബിസിൻ മാത്യു വളരെ അത്യാസന്ന നിലയിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അതിൻ്റെ ധനശേഖരണാർത്ഥം നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും അതോടൊപ്പം തന്നെ യുവദർശന ക്ലബ്ബ് കാളിയാറും വളരെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു സഹായനിധി കഴിഞ്ഞ ശനിയാഴ്ച നടത്തുകയുണ്ടായി. അതിൽ നിന്ന് വണ്ണപ്പുറം ടൗണിലെ യുവജനങ്ങളുടെയും മറ്റുള്ള വ്യാപാരി സമൂഹത്തിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഏകദേശം 44,000 രൂപയോളം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷം നടന്ന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മഴ കാരണം മാറ്റിവെക്കേണ്ടി വന്നതിനാൽ പല ടീമുകളുടെയും അഭിപ്രായ പ്രകാരം ഒരു കിഡ്നി രോഗിക്കുള്ള സഹായമായതിനാൽ ആ പണം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും അവർക്ക് നൽകുവാനുള്ള ഒരു തീരുമാനമായി. അതിൽ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്ത വിസ്മയ സിൽക്സ് ആയിരുന്നു 5,001 രൂപ. സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലനാട് മെഡിക്കൽസ് നൗഷാദ് ഖായ ആയിരുന്നു. അതുപോലെ തേർഡ് പ്രൈസ് കാർ വാഷിംഗ് അമ്പലപ്പടി. ഇവരുടെ എല്ലാവരുടെയും ആ സഹായ സഹകരണത്തോടു കൂടി മൊത്തം ഒരു 55,000 രൂപ നമുക്ക് ഈ രോഗിക്ക് കൈമാറാൻ സാധിച്ചു. അത് ഇന്നേ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വച്ച് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയാണ്. 2 വൃക്കകളും തകരാറായി വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബിസിൽ മാത്യു എന്ന് പറയുന്ന കുട്ടിയുടെ ആ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് ഇവിടെ നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും യുവദർശന ക്ലബ്ബും വ്യാപാരി വ്യവസായി സമൂഹവും അതുപോലെ ഗ്രാമപഞ്ചായത്തും മറ്റ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒത്തുചേർന്ന് തുടങ്ങിയ ഒരു ഉദ്യമത്തിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതുകൊണ്ടൊന്നും സാമ്പത്തികമായിട്ട് അവരുടെ വിഷയങ്ങൾ മൊത്തമായി പരിഹരിക്കുന്നതിനോ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. തുടർന്നും മുന്നോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാലേ അവർക്കൊരു 10-30 ലക്ഷത്തോളം രൂപയുടെ ആവശ്യം വേണ്ടി വരും. അതൊക്കെ നേടിക്കൊടുക്കുവാൻ പറ്റുള്ളൂ. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കുട്ടി ആ വീടിൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. പഞ്ചായത്തിലെ ഒരു വാർഡിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇരുവൃക്കകളും തകരാറിലായപ്പോൾ ഒരു ഭീമമായ സംഖ്യ അവർക്ക് അതിൻ്റെ ചെലവിലേക്ക് വേണ്ടി വരും, ചികിത്സാ ചെലവിലേക്ക് വേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും യുവദർശന ക്ലബ്ബും വ്യാപാരി വ്യവസായി സമൂഹവും സംയുക്തമായി അവർക്ക് ഒരു സഹായമായി, ഒരു അത്താണിയായി മാറുവാൻ വേണ്ടി അവർ ഒരു ശ്രമം നടത്തുകയും ആ ശ്രമത്തിൻ്റെ ഫലമായി അവരൊരു പെനാൽറ്റി ഷൂട്ടൗട്ട് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അത് മഴ കാരണം മാറ്റിവെച്ചിട്ട് അതിന് നിശ്ചയിച്ചിരുന്ന സമ്മാനത്തുകയും ഈ സംഘടന കളക്ട് ചെയ്ത തുകയും കൂടി 55,000 രൂപയോളം കളക്ട് ചെയ്തത് ഒരു വലിയ മനസ്ഥിതിയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. നമ്മളെല്ലാവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ഇത്തരം ആളുകളെ സഹായിക്കുന്നത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രധാന ഒരു ഭാഗമാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.